Assistant Professor and Consultant Psychiatrist at Acacia Medical College, Kollam. ഇന്ന് എനിക്ക് പറയാനുള്ള OCDനെ പറ്റിയാണ്. അമിതമായിട്ടുള്ള വൃത്തിയും അടുക്കും ചിട്ടയുമുള്ള വ്യക്തികളെ നമ്മൾ തമാശ രൂപേണ പറയാറുണ്ട്, അവർക്ക് ഭയങ്കര OCD ആണെന്ന്. പൊതുവെ അതൊരു തെറ്റിദ്ധാരണയാണ്. OCD എന്നാൽ യഥാർത്ഥത്തിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നാണ്. ഒബ്സഷൻ എന്നാൽ നമുക്ക് അനിയന്ത്രിതമായി അസ്വസ്ഥതയുണ്ടാക്കുന്ന നമ്മളുടെ തന്നെയുള്ള ചിന്തകൾ, നമുക്കറിയാം അത് യുക്തിക്ക് യോജിച്ചതല്ല, എന്നാലും അതിങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്നതിനെയാണ് ഒബ്സഷൻ എന്ന് പറയാം. അത് ചിന്തകളാകാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ചിത്രങ്ങളായിട്ട് വരാം, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിത്രങ്ങളായിട്ട് വരാം, ഇല്ലെങ്കിൽ ചിലർക്കത് പ്രേരണകളായിട്ട് വരാം. പ്രേരണകളായിട്ട് വരുമ്പോൾ എൻ്റെ അർത്ഥം ചിലപ്പോൾ ഞാൻ അറിയാതെ അവരെ എന്തെങ്കിലും ഉപദ്രവിച്ചു പോകുമോ, എനിക്ക് വേണ്ടപ്പെട്ടവരെ ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോകുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിന്തകളായിരിക്കാം, ഞാനത് ഓഫ് ചെയ്തു, അത് പിന്നെയും പോയി ചെക്ക് ചെയ്യുക. ആ പിന്നെയും പോയി ചെയ്യുന്ന ആ പ്രവൃത്തിനെയാണ് നമ്മൾ കമ്പൾഷൻസ് എന്ന് പറയാറ്. അത് ഈ ഒബ്സഷൻസ് കാരണം ഉണ്ടാകുന്ന ഉത്കണ്ഠയെ കുറയ്ക്കാനായി ചെയ്യുന്ന പ്രവൃത്തിയാണ് കമ്പൾഷൻസ് എന്ന് പൊതുവെ പറയാറ്. ഇത് തലച്ചോറിലെ ചില ഭാഗങ്ങളിലെ വ്യതിയാനങ്ങൾ, പ്രവർത്തനത്തിലെ വ്യതിയാനങ്ങൾ കാരണമാണ് ഈ OCD എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്. ഇതിനനുയോജ്യമായ ചികിത്സ അതിൻ്റെ കറക്റ്റ് സമയത്ത് രോഗിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതിന് ചികിത്സയുണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് അതിൻ്റെ സമയത്തിന് രോഗിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യമായി വേണ്ടത് അതിനെ പറ്റിയുള്ളൊരു അവബോധമാണ്. ഇതാണ് OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പൊതുവെ പറയാറ്.